ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ നെക്സ്റ്റ് ഡേ സൂജുവാനും ഹീറോയിനും കൂടി ഒരു വിഷിംഗ് ട്രീയുടെ അടുത്തേക്ക് ചെല്ലും. ഞാൻ എല്ലാ വർഷവും ഇവിടെ വന്ന ഒരു വിഷ് എഴുതി വെക്കുമായിരുന്നു. നീ എത്രയും പെട്ടെന്ന് നിന്റെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്റെ കൂടെ ഞാൻ പഠിക്കുന്ന അതേ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യണേന്നും പറഞ്ഞു. പക്ഷെ ഇപ്പോ ഒരു 3 വർഷം ഗ്യാപ്പ് ആയി എന്ന് ഇങ്ങനെ പറയും. അപ്പൊ തന്നെ ഹീറോയിനും ഞാനും ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ വരുമ്പോ എത്രയും പെട്ടെന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന അതേ കോളേജിൽ വന്ന് ജോയിൻ ചെയ്യണോന്നായിരുന്നു. പിന്നീടാണ് നിങ്ങൾ മരിച്ചുപോയ കാര്യം അറിഞ്ഞത്. പിന്നെ വരുമ്പോഴൊക്കെ നിങ്ങൾ സ്വർഗത്തില് ഹാപ്പി ആയിട്ട് ഇരിക്കണോന്നായിരുന്നു എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ സൂജുവാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് എന്തായാലും 3 വർഷം ഗ്യാപ്പ് വന്ന് ഇനി ഒരു ഗ്യാപ്പും വരില്ല, നമ്മളെ ഇനി പിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നും പറഞ്ഞ് ഭയങ്കര ഫീലോട് കൂടി തന്നെ പറയും. പക്ഷെ നമ്മുടെ ഹീറോയിന്റെ ഫേസിൽ ഒരു എക്സ്പ്രഷനും വരുന്നൊന്നുമില്ല. അങ്ങനെ നെക്സ്റ്റ് സീനില് സൂജുവാനെ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിനെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി കൊടുക്കും. ഫ്രണ്ട് ആണെങ്കിൽ ആ സൂജുവാനെ കണ്ട് ഭയങ്കര ഷോക്കാകും. എടി, നീ പറഞ്ഞത് സൂജുവാൻ മരിച്ചു പോയിന്നല്ലേ? എന്നിട്ട് ആരാണടി എന്റെ മുമ്പിൽ ജീവനോട് കൂടി വന്ന് നിൽക്കുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂജുവാന്റെ കയ്യിൽ ഒരു പിച്ചങ്ങട് വെച്ചു കൊടുക്കും. ഹീറോയിൻ അപ്പൊ തന്നെ ചാടി കഴിഞ്ഞിട്ട് പുള്ളിക്കാരനെ പിടിച്ചങ്ങനെ ഇരുത്തും. അങ്ങനെ തന്നെ നെക്സ്റ്റ് സീനില് സൂജുവാൻ നേരെ ഹീറോന്റെ ഫാദറിനെ കാണാനായിട്ട് ചെല്ലും. മെഡിസിൻസ് ഒക്കെ എടുത്തു കൊടുത്ത് നല്ല രീതിയിൽ കെയർ ഒക്കെ ചെയ്യും. ഇതാണെങ്കിൽ ഫാദറിന് ഒരുപാട് ഇഷ്ടമാകും. ഹീറോ ഇങ്ങനെ കെയർ ഒന്നും ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ സൂജുവാന്റെ അടുത്ത് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സൂജുവാൻ നേരെ അങ്കിളിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. അങ്കിളാണെങ്കിൽ ആ ചെന്ന ഉടനെ തന്നെ നീയേ എത്രയും പെട്ടെന്ന് യുന്നിനെ കറക്റ്റ് ചെയ്ത് മാരേജ് ചെയ്യാനായിട്ട് നോക്ക്. ഹീറോനെ എങ്ങനെയെങ്കിലും യുന്നിനെ മാരേജ് ചെയ്യിപ്പിക്കാനാണ് അവന്റെ അമ്മയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് നിനക്കറിയാമോ? യുന്നിനെ മാരേജ് ചെയ്ത് കഴിഞ്ഞാല് ആ കമ്പനിയുടെ സപ്പോർട്ടും കൂടി ഹീറോയിന് ലഭിക്കും. അതുകൊണ്ട് തന്നെ അവൻ ഈ കമ്പനിയുടെ ചെയർമാൻ ആകാനുള്ള ചാൻസ് വരെയുണ്ട്. എനിക്കറിയാം നീ ഹീറോയിന്റെ പിന്നാലെ നടക്കുവാണെന്ന്, എന്നാലും അതൊക്കെ വിട്ടുകളാ. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? റിവെഞ്ച് എടുക്കാൻ വേണ്ടിട്ടല്ലേ? അപ്പോ അതുമാത്രം നീ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്ക്. എങ്ങനെയെങ്കിലും യുന്നിനെ മാരേജ് ചെയ്ത് കഴിഞ്ഞാല് അവരുടെ സപ്പോർട്ടോട് കൂടി നിനക്ക് ഈ കമ്പനിയുടെ ചെയർമാൻ ആകാനായിട്ട് സാധിക്കും. ഇതിലൂടെ നിന്റെ റിവെഞ്ചും പൂർത്തിയാക്കാൻ പറ്റും. എന്തായാലും നീ ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് സീനില് നമ്മുടെ ഹീറോയിൻ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ ഫ്രണ്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് നീ ആരെയാണ് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒരാള് പ്രിൻസ്, ഒരാള് നിന്റെ ചൈൽഡ്ഹുഡ് ക്രഷ്. നീ ഇതില് ആരെ ചൂസ് ചെയ്യൂന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിൻ ഞാനേ രണ്ടുപേരെയും ചൂസ് ചെയ്യുന്നില്ല എന്ന് പറയും. അതെന്താടി കാര്യം? പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു തീരുമാനം? സൂജുവാന നീ വിട്ടേക്ക്, എന്നാലും ഹീറോ ഉണ്ടല്ലോ, ഹീറോനെ പോലും നീ ചൂസ് ചെയ്യുന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, രണ്ടുപേരെയും ഞാൻ ചൂസ് ചെയ്യുന്നില്ല. ഇപ്പോ സൂജുവാന്റെ അടുത്ത് എനിക്ക് പണ്ടത്തെ പോലുള്ള സ്നേഹമൊന്നുമില്ല. ഞാൻ എന്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഹീറോയാണെങ്കിൽ എന്നെ ചീറ്റ് ചെയ്ത്, അവൻ ചീറ്ററാണ്. ഒരു ചീറ്ററിനെ ഞാൻ എന്തിനാ ചൂസ് ചെയ്യുന്നത്? അതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും ചൂസ് ചെയ്യുന്നില്ല എന്ന് പറയും. അതേ ടൈം സൂജുവാനെ കാണിക്കാണ്. സൂജുവാൻ അങ്കിള് പറഞ്ഞ പോലെ തന്നെ യുന്നിനെ കറക്റ്റ് ചെയ്യണോന്നും പറഞ്ഞ് യുന്നു പോയ അതേ സ്ഥലത്തേക്ക് തന്നെ ചെല്ലും. അവിടെ ചെന്ന് യുന്നിനെയും മീറ്റ് ചെയ്യും. ഇവന്റെ ഒറിജിനൽ പേര് പറഞ്ഞ് പരിചയപ്പെടാണ്ട് ഇവൻ വേറൊരു പേര് പറഞ്ഞാണ് യുന്നിന്റെ അടുത്ത് ഫ്രണ്ട് ആകുന്നത്. അതേപോലെ തന്നെ യുന്നും അവളുടെ ഒറിജിനൽ നെയിം പറയാണ്ട് വേറൊരു പേര് പറഞ്ഞ് പരിചയപ്പെട്ട് രണ്ടുപേരും കൂടി ചിരിച്ചൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ തന്നെ നെക്സ്റ്റ് സീനില് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് അവളുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കും. ആ ടൈമിന് തന്നെ ഹീറോയിനും പുറത്തൊക്കെ പോയിട്ട് അങ്ങോട്ടേക്ക് വരും. ഹീറോനെ കണ്ട ഉടനെ തന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എങ്ങോട്ടേക്ക് വരരുതെന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നിങ്ങനെ ചോദിക്കും. സോറി, നീ എന്റെ അടുത്ത് ക്ഷമിക്ക്, എനിക്കും കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് പറയാനായിട്ടുണ്ടെന്ന് ഹീറോയും പറയും. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ വീണ്ടും എന്റെ അടുത്ത് നുണ പറഞ്ഞ് എന്നെ ചീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കല്ലേ? എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ടെന്ന് പറയും. നോക്ക് ജിൻ, ഞാൻ പറയുന്നതൊന്നും നീ മനസ്സിലാക്ക്. നിന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ ആ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്. സൂജുവാന്റെ ആക്സിഡന്റിന് പിന്നില് എന്റെ അമ്മ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു പേടിയൊക്കെ വന്ന്. ഈ സത്യം നീ അറിഞ്ഞു കഴിഞ്ഞാല് എന്നെ വെറുക്കുമോ എന്ന് ഞാൻ പേടിച്ച്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ജിൻ, അതുകൊണ്ടാണ്, എനിക്ക് പേടിയായതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഒന്നും പറയാണ്ടിരുന്നത്. പ്ലീസ് ജിൻ, നീ എന്റെ അടുത്ത് ക്ഷമിക്കുക. എനിക്ക് നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ജിൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഹഗ് ചെയ്ത് ഭയങ്കര ഫീല് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഹീറോയിനാണെങ്കിൽ ഇതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. നീ ചീറ്ററാണ്, ഒരു കാര്യവും പറഞ്ഞ്
ഇനി നീ എന്റെ അടുത്ത് വരണ്ട, നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ഹീറോനെ തള്ളി വിട്ടിട്ട് അകത്തേക്ക് കയറി വാതിലടക്കും. ഹീറോന് ഇത് കണ്ടിട്ട് ഭയങ്കര ഫീല് ചെയ്യും. എന്താണ് ഇവിടെ എന്നെ നോക്കുന്ന പോലും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര ഫീല് ചെയ്ത് കരഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അതേപോലെ തന്നെ ഹീറോയിനും ഒരുപാട് സങ്കടമൊക്കെ ഉണ്ട്. ഹീറോന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചല്ലോ എന്നും പറഞ്ഞ് ഒരുപാട് ഫീല് ചെയ്ത് കരയുകയൊക്കെ ചെയ്യും. നൈറ്റ് ആയിട്ട് ഉറക്കമേ വരുന്നില്ല. ഹീറോനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് ഭയങ്കര ഫീല് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ തന്നെ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഫോൺ ഇങ്ങനെ എടുക്കും. ഹീറോ ഇവളുടെ ഫോണിലേക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ഡേറ്റിംഗ് ആപ്പ്. അതെടുത്ത് നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ ഡിലീറ്റ് അങ്ങോട്ട് ചെയ്യും. ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ ഹീറോന്റെ ഫോണിലേക്കും ചെല്ലും. ഇവരില് ആരെങ്കിലും ഒരാള് ആ ആപ്പ് ഡിലീറ്റ് ചെയ്താൽ അതിന്റെ അർത്ഥം ഇവര് ബ്രേക്കപ്പ് ആയുന്നാണ്. അങ്ങനെ ബ്രേക്കപ്പ് ആയി എന്നും പറഞ്ഞേണ്ട ഒരു മെസ്സേജ് ആയിരിക്കും ചെല്ലുന്നത്. ഇത് കാണുമ്പോ തന്നെ ഹീറോന് വല്ലാത്ത സങ്കടം വരും. എങ്ങനെയെങ്കിലും ഹീറോയിനെ ഇപ്പൊ തന്നെ കാണണമെന്നും പറഞ്ഞിട്ട് ചാടി കഴിഞ്ഞിട്ട് കാറിലേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് ഹീറോയിൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർമ്മയിലേക്ക് വരുന്നത്. നീ ചീറ്ററാണ്, എനിക്ക് ഒരിക്കലും നിന്നെ കാണണ്ട, നീ എന്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ട് ഞാൻ എന്തിനാണ് അവളെ പോയി ഡിസ്റ്റർബ് ചെയ്യുന്നത്, എന്റെ പ്രസൻസ് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞ് ഭയങ്കര ഫീൽ ചെയ്ത് റൂമിലേക്ക് തന്നെ തിരിച്ചു പോകും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. നമ്മുടെ സൂജുവാൻ നേരെ ഹീറോയിനെ കാണാനായിട്ട് ചെല്ലും. ഹീറോയിനെ കണ്ട ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വാ, ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞ് ആദ്യം തന്നെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് കൊടുക്കും. അതൊക്കെ ഇട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കും എന്തിനാ നീ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തരുന്നത്, എന്താ കാരണമെന്ന് ഇങ്ങനെ ഹീറോയിൻ ചോദിക്കും. അത് വേറൊന്നുമല്ല, ഇവിടെ അടുത്ത് ഒരു ചാരിറ്റി നടക്കുന്നുണ്ട്, അതിലേക്ക് എന്റെ പാർട്ട്ണറായിട്ട് നീയും വരണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നത്, എന്താ നീ എന്റെ കൂടെ വരില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഹീറോയിനും സമ്മതിക്കും. അതേ ടൈമിന് ആ ചാരിറ്റിക്കായിട്ട് നമ്മുടെ ഹീറോയും ഹീറോന്റെ കൂടെ അമ്മയും വന്നിട്ടുണ്ടാകും. അതേപോലെ തന്നെ യുന്നും അവിടെ എത്തിയിട്ടുണ്ട്. ആ ടൈമിനാണ് സൂജുവാനും ഹീറോയിനും കൂടി അകത്തേക്ക് നടന്നു വരുന്നത്. രണ്ടുപേരും കൈയൊക്കെ കോർത്തു പിടിച്ച് ഒരുമിച്ച് നടന്നു വരുന്ന കാണുമ്പോഴത്തേക്കും ഹീറോന് വല്ലാത്ത സങ്കടം വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സൂജുവാനെ കാണുമ്പോ ഹീറോന്റെ ബ്രദർ ആണെന്നും ഹീറോന്റെ ഫാദറിന്റെ രണ്ടാം കെട്ടിലുള്ള മോനാണ്, ഇവന്റെ പേര് സൂജുവാനാണെന്നൊക്കെ അവിടെ നിൽക്കുന്നവരെല്ലാരും പറയുന്നൊക്കെ ഉണ്ട്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും യുന്നിനാണെങ്കിൽ ഒരുപാട് ഷോക്ക് ആകും. യുന്നിന്റെ അടുത്ത് വേറൊരു പേരിലാണല്ലോ സൂജുവാൻ വന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്, അതുവല്ലാണ്ട് ഹീറോന്റെ ബ്രദർ ആണെന്നും കൂടി അറിയുമ്പോ വല്ലാത്തൊരു ഷോക്കൊക്കെ ആകും. അതുവല്ലാണ്ട് ഇവൻ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല എന്റെ അടുത്ത് വേറൊരു പേരിൽ വന്ന് പരിചയപ്പെട്ടത്, എന്നെ എങ്ങനെയെങ്കിലും മാരേജ് ചെയ്ത് എന്റെ കമ്പനിയുടെ സപ്പോർട്ടോട് കൂടി അവന് ഹീറോന്റെ കമ്പനിയുടെ ചെയർമാനായിട്ട് ആവണം, അതിന് വേണ്ടിയിട്ടായിരിക്കും, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ യുണ്ണും മനസ്സിലൊക്കെ കണക്ക് കൂട്ടിയൊക്കെ നിൽക്കും. ഇപ്പൊ നമ്മുടെ യുണ്ണ് റെസ്റ്റ് റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുമായിരിക്കും. ആ ടൈമിന് സുജുവാൻ യുന്നിന്റെ അടുത്തേക്ക് ചെല്ലും. യുണ്ണാണെങ്കിൽ അതെ അവിടെ നിൽക്ക്, നീ എന്തിനാണ് ഒരു ഫേക്ക് ആയിട്ടുള്ള പേരും പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നത്, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, നിനക്ക് എന്നെ മാരേജ് ചെയ്യണം, അതിനു വേണ്ടിയിട്ടല്ലേ നീ എന്നെ ചോദിക്കും. അങ്ങനെയൊന്നും അല്ല, എനിക്ക് നീ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു, ഇവിടെ വന്നതിന് ശേഷമാണ് നീ ആരാണെന്നും നിന്റെ പേര് എന്താണെന്നും എനിക്ക് മനസ്സിലായത്, ഒന്നും അറിഞ്ഞുകൊണ്ട് ഞാൻ വന്നതല്ല എന്ന് പറയും. പിന്നെ നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ഞാൻ അത്രക്കും മണ്ടിയൊന്നും അല്ല, നീ എന്നെ യൂസ് ചെയ്ത് ഹീറോന്റെ കമ്പനി നിന്റെ കൈപ്പിടിയിലാക്കണം, അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് പുള്ളിക്കാരി മുഖത്തടിച്ച പോലെ ചോദിക്കും. പക്ഷേ സൂജുവാനാണെങ്കിൽ അപ്പോഴും സമ്മതിക്കാണ്ട് ഇല്ല, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്, ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടോ കാൽക്കുലേറ്റ് ചെയ്തിട്ടോ അല്ല നിന്റെ അടുത്തേക്ക് വന്നത്, നീ ആരാണെന്നുള്ള സത്യാവസ്ഥ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്, നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുന്ന ഇങ്ങനെ പറയും. ആ ഓക്കെ, ഇത്രയും പറയുമ്പോ ഞാൻ വിശ്വസിക്കാം, എന്തായാലും ഇനി വേറൊരു ഉദ്ദേശത്തോടു കൂടി എന്റെ അടുത്തേക്ക് വരരുതെന്നും പറഞ്ഞിട്ട് യുന്ന അവിടെ നിന്ന് പോകും. അതിനുശേഷം സുജുവാനും ഹീറോയിനും കൂടി ഒരു ചെയറിലേക്ക് ചെന്നിരിക്കും. അതിന്റെ ബാക്കിലായിട്ട് തന്നെ നമ്മുടെ ഹീറോയും അമ്മയും ഇരിക്കുന്നുണ്ടാകും. ഇത് കാണുമ്പോ തന്നെ സുജുവാൻ, നിനക്ക് ഇവിടെ ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മാറിയിരിക്കാന്ന് പറയും. വേണ്ട വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ തന്നെ ഇരിക്കും. ആ ടൈമിന് സ്ക്രീനിൽ ഒരു അടിപൊളി നെക്ലസ് ഒക്കെ കാണിക്കും, നല്ല ഡയമണ്ട് ഒക്കെ പതിച്ച് നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ്. ഇത് കാണുമ്പോഴത്തേക്കും സുജുവാൻ, നിനക്ക് ഈ നെക്ലസ് ഇഷ്ടപ്പെട്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ നല്ല ഡിസൈൻ ആണ്, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് നമ്മുടെ ഹീറോയിനും പറയും. നിനക്ക് ഇഷ്ടമായെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആ നെക്ലസ് വാങ്ങിച്ചു തരാന്ന് നമ്മുടെ സൂജുവാനും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണെങ്കിൽ ഹീറോ കേൾക്കുന്നുണ്ട്. ഹീറോനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ആകും. ഒരിക്കലും അവൻ വാങ്ങിച്ച് ഹീറോയിന് ആ ഗിഫ്റ്റ് കൊടുക്കരുത്, ഞാൻ ആ നെക്ലസ് വാങ്ങിച്ച് ഹീറോയിന് ഗിഫ്റ്റ് കൊടുക്കുമെന്നും പറഞ്ഞ് അങ്ങനെ തന്നെ ഒരുപാട് ക്യാഷ് ഒക്കെ പറഞ്ഞ് ആ നെക്ലസ് നമ്മുടെ ഹീറോ വാങ്ങും. അപ്പൊ തന്നെ ഹീറോന്റെ അമ്മ അടുത്തിരുന്നിട്ട്, എന്തായാലും നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ്, ഈ നെക്ലസ് എന്തായാലും നീ ഉന്നിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്ക്, അടുത്ത് തന്നെ അവൾക്കൊരു കോൺസെർട്ട് വരുന്നുണ്ട്, അതിനിടാലോ ഒന്നും ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിനും വേറെ ഒന്നും പറയാൻ പറ്റാണ്ട് ആ ഓക്കെ അമ്മ, ഞാൻ അവൾക്ക് അത് കൊടുത്തോളാന്ന് പറയും. ഇതാണെങ്കിൽ നമ്മുടെ ഹീറോയിനും കേൾക്കും. ഭയങ്കര അപ്സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റാണ്ട് സൂജുവാന്റെ അടുത്ത് ഞാനേ ഒന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കും. ഹീറോയിൻ പോകുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കുന്നുണ്ടാകും. ഈ കാര്യമാണെങ്കിൽ ആ യുണ്ണിനെ ശ്രദ്ധിച്ചിട്ട് വല്ലാത്ത സങ്കടമൊക്കെ വരും. ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാനേ നമ്മുടെ യുണ്ണിന് പറ്റുന്നില്ല, ഭയങ്കര ടെൻഷനിലിരിക്കും. അങ്ങനെ
അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും ഹീറോന്റെ അമ്മ പറഞ്ഞ പോലെ തന്നെ ആ നെക്ലസ് നമ്മുടെ ഹീറോ യുന്നിനായിട്ട് കൊടുക്കും. ഇത് കാണുമ്പോ യുന്ന്, നീ എന്തിനാ വീണ്ടും എനിക്ക് ഇങ്ങനെ ഹോപ്പ് തന്നോണ്ടിരിക്കുന്നത്? നിനക്ക് അവളെയല്ലേ ഇഷ്ടം? നിനക്കപ്പോ അവൾക്ക് ഈ നെക്ലസ് കൊടുത്താ പോരായിരുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഞാൻ ഈ ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നത് എന്റെ അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് എന്റെ ഇഷ്ടപ്രകാരം നിനക്ക് തന്നതല്ലാന്ന് ഹീറോയും പറയും. അല്ല, നീ നോക്ക്, നീ എന്തിനാണ് അവളുടെ പുറകെ പോകുന്നത്? അവളുടെ പുറകെ പോയിട്ട് നിനക്ക് എന്താണ് കിട്ടുന്നത്? ഒരു പ്രോഫിറ്റും ഇല്ല. അതിന് നല്ലത് നീ എന്നെ മാരേജ് ചെയ്യുന്നതല്ലേ. എന്നെ മാരേജ് ചെയ്താല് ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ നിനക്കില്ലേ? അപ്പൊ പിന്നെ നിനക്ക് എന്നെ മാരേജ് ചെയ്തൂടെ എന്ന് യുന്നി ഇങ്ങനെ ചോദിക്കും. ദേ നോക്കി, ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നിന്നെ ഞാൻ എന്റെ സിസ്റ്ററിനെ പോലെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ മാരേജ് ചെയ്യുന്നതെന്ന് ഹീറോയും തിരിച്ചു ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ യുന്നിന് ഭയങ്കര ടെൻഷൻ ആകും. അല്ല, നിനക്ക് ഇപ്പോഴല്ലേ ഒരു ബ്രദറിനെ കിട്ടിയിട്ടുള്ളത്, അതിന്റെ ആ ഒരു സന്തോഷം തീർന്നിട്ടില്ല. അതിനു മുൻപ് തന്നെ നിനക്കൊരു സിസ്റ്ററിനെയും കൂടി വേണോ? അതാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്കി, ഞാൻ നിന്നെ ഒരിക്കലും ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. എന്റെ സിസ്റ്ററിനെ പോലെ മാത്രമേ ഞാൻ നിന്നെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എന്റെ മനസ്സിൽ ജിന്നിന് മാത്രമേ സ്ഥാനമുള്ളൂ. ആ ഒരു സ്ഥാനത്തേക്ക് വേറെ ആർക്കും വരാനായിട്ട് സാധിക്കില്ല. ഞാൻ മാരേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ജിന്നിനെ മാത്രമേ മാരേജ് ചെയ്യുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ വീണ്ടും യുന്നിന് ടെൻഷൻ ആകും. അവളുടെ അടുത്ത് എന്തുണ്ടായിട്ടാണ് നീ അവളുടെ പുറകെ പോകുന്നത്? എന്റെ അടുത്താണെങ്കിൽ ഒരുപാടും ഉണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനും പറ്റും. എന്നിട്ട് പോലും നീ എന്നെ വേണ്ടാന്ന് വെച്ച് അവളുടെ പിന്നാലെ പോവാണല്ലേ? ഞാൻ കുഞ്ഞുനാൾ മുതലേ തന്നെ നിന്നെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്ക് യുൻ, നീ മൂവ് ഓൺ ആകാൻ ട്രൈ ചെയ്യ്. എന്റെ മനസ്സിൽ ജിന്നിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഒരിക്കലും ഞാൻ നിന്നെ കൺസിഡർ പോലും ചെയ്യില്ല. അതാ നിനക്ക് നല്ലതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ യുന്നിനും ഭയങ്കര ടെൻഷനായിട്ട് അവിടെ നിന്ന് പോകും. അതേ ടൈം സൂജുവാനും ഹീറോയിനും കൂടി ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങോട്ടേക്ക് സൂജുവാന്റെ അങ്കിള് വന്നിട്ട് സൂജുവാന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് സൂജുവാനെയും കൂട്ടി കുറച്ചു ദൂരം മാറി ഇങ്ങനെ നിൽക്കും. ആ ടൈമിന് ഹീറോയിൻ പോയി ഡ്രിങ്ക് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. ഹീറോ ഇങ്ങനെ യുന്നിന്റെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ ഓർത്തോർത്ത് ഭയങ്കര വിഷമിച്ചിരുന്ന് ഒരുപാട് ഡ്രിങ്ക് ഒക്കെ ചെയ്യും. ആ ടൈമിനാണ് ഒരു പയ്യൻ ഹീറോയിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വരുന്നത്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും പുള്ളിയാണെങ്കിൽ ആ ഹീറോയിന്റെ അടുത്ത് ബാഡ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരുപാട് ബാഡ് ടച്ച് ഒക്കെ ഇങ്ങനെ നടത്തും. ഇത് കാണുമ്പോ ഹീറോയിനും ടെൻഷൻ ആകും. എങ്ങനെ ഇവിടെ നിന്ന് പോകുമെന്നും പറഞ്ഞ് ഭയങ്കര വിഷമിച്ച് നിൽക്കായിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്ന് അയാളുടെ കൈ പിടിച്ച് തിരിച്ചിട്ട്, നീ ആരാടാ? നീ എന്തിനാടാ എന്റെ ഗേൾഫ്രണ്ടിനെ ടച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അയാളെ തള്ളി വിട്ടിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വരും. ഹീറോയിനാണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഇനി ഇവളെ ഇവിടെ നിർത്തണ്ട, എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് ഹീറോയിനെയും കൂട്ടി നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകും. അതേ ടൈം സൂജുവാൻ നേരെ യുണ്ണിനെ കാണാനായിട്ട് ചെല്ലും. യുണ്ണാണെങ്കിൽ ആ സൂജുവാൻ വന്ന ഉടനെ തന്നെ, നീ എന്തിനാണ് ട്രൈ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്നെ മാരേജ് ചെയ്യണം, അതിന് വേണ്ടിട്ടല്ലേ? അതെ, ഒരിക്കലും നടക്കില്ല. എന്റെ മനസ്സിൽ ഹീറോ മാത്രമേ ഉള്ളൂ. അവനെ മാത്രമേ ഞാൻ മാരേജ് ചെയ്യുള്ളൂ എന്ന് പറയും. ദേ നോക്കൂ, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്റെ അടുത്ത് ഫീലിങ്സ് ഒന്നുമില്ല. അതുവല്ലാണ്ട് നിനക്ക് ഹീറോനെ മാരേജ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് സൂജുവാനാണെങ്കിൽ ആ മുഖത്തടിച്ച പോലെ സംസാരിക്കും. ഇത് കേൾക്കുമ്പോ യുന്നിന് ടെൻഷൻ ആകും. എന്താ നീ പറയുന്നത്? എന്തിനാ നീ ഇങ്ങനെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്ക് യുൻ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക്. ഹീറോന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ ഇല്ല. അവന്റെ മനസ്സ് നിറയെ ഹീറോയിനാണ്, ജിൻ മാത്രമേ ഉള്ളൂ. അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയും. അതേ ടൈം നമ്മുടെ ഹീറോ ജിന്നിനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കും. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പോയിട്ട് ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിനാണ് ഹീറോയിൻ ബോധമൊക്കെ തെളിഞ്ഞ് എഴുന്നേക്കുന്നത്. അതുമല്ലാണ്ട് അവിടെ ഹീറോ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഹീറോന്റെ പേര് വിളിച്ചിട്ട് ഓടി ചെന്ന് ഹഗ് ചെയ്യും. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു, എനിക്ക് നീ ഇല്ലാണ്ട് പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിനും ഭയങ്കര ഫീൽ ചെയ്ത് ഉരുകി ഉരുകി ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹീറോനും വല്ലാത്തൊരു സന്തോഷമൊക്കെ വരും. അപ്പൊ ഇവൾക്ക് ഇപ്പോഴും എന്റെ മേത്ത് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഇവൾ എന്നെ മിസ് ചെയ്യുന്നുണ്ട്, എന്നോട് ഇഷ്ടമില്ലാണ്ടൊന്നുമില്ല, അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള രീതിയിൽ ഹീറോയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഹീറോയിനെ അവിടെ ഇങ്ങനെ കെടുത്തും. ഹീറോ ഒരു തവണ ഫ്ലവർ കൊണ്ടിട്ട് ഒരു റിംഗ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ, ആ സാധനമാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അവിടെ ഫ്രെയിം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഹീറോ കാണും. അങ്ങനെ തന്നെ അതെടുത്ത് നോക്കി ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കും. എനിക്കിപ്പോ കൺഫേം ആയി, ഇവൾക്ക് എന്റെ മേത്ത് ഫീലിങ്സ് ഉണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്നും പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. മോർണിംഗ് നമ്മുടെ ഹീറോയിൻ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോ വീട്ടിലാണുള്ളത്. എങ്ങനെ വീട്ടിലേക്ക് എത്തിയെന്ന് നമ്മുടെ ഹീറോയിൻ അറിയാൻ പാടില്ല. അങ്ങനെ തന്നെ കൺഫ്യൂഷൻ ആയിട്ട് സൂജുവാന് കോൾ ചെയ്ത് കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കും. സൂജുവാനും ഞാനല്ല കൊണ്ടുവന്നാക്കിയത്, ഞാൻ ഇന്നലെ അങ്കിളുടെ കൂടെ സംസാരിച്ച് അവിടെ നിന്നു, പിന്നെ വന്ന് നോക്കിയപ്പോ നിന്നെ ഞാൻ കണ്ടില്ല എന്ന് മാത്രം പറയും. ഓ, ചിലപ്പോ ഞാൻ തന്നെയായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും കോളൊക്കെ കട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വീടൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കായിരിക്കും. അപ്പൊ പെട്ടെന്ന് വോമിറ്റ് വരും. അങ്ങനെ തന്നെ വോമിറ്റ് ഒക്കെ
അടുത്ത് ഒന്ന് ആലോചിച്ചിട്ട് അയ്യോ അങ്ങനെ ആയിരിക്കില്ല എന്നും പറഞ്ഞ് ഭയങ്കര ടെൻഷൻ അടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്കും ചെല്ലും. അവിടെ ചെന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. ഈ ഒരു റിസൾട്ട് ഒക്കെ കണ്ടിട്ട് ഹീറോയിൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നേരെ ഫ്രണ്ടിന്റെ അടുത്ത് ചെന്ന് കാര്യമൊക്കെ പറയും. ഫ്രണ്ട് ആണെങ്കിൽ ഇതിന് ഉത്തരവാദി ആരാണടി, സൂജുവാനാണോ അതോ ഹീറോയാണോ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതിന്റെ ഉത്തരവാദി എന്തായാലും ഹീറോ തന്നെയാണെന്ന് ഇങ്ങനെ പറയും. അപ്പൊ നീ ഹീറോന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നില്ലേ എന്ന് ഇങ്ങനെ ഫ്രണ്ടും ചോദിക്കും. ഇല്ല, ഞാൻ പറയുന്നില്ല, അവനൊരു ചീറ്ററാണ്, എന്നെ ചീറ്റ് ചെയ്ത ആളാണ്, എങ്ങനെ ഞാൻ ഈ കാര്യം അവന്റെ അടുത്ത് തുറന്നു പറയും, ഞാൻ എന്തായാലും തുറന്നു പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഹീറോയിനും പറയും. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ട് പ്രഗ്നന്റ് ലേഡീസ് എന്തൊക്കെ ഫുഡ് കഴിക്കണമെന്നും പറഞ്ഞിട്ട് നെറ്റിലിരുന്ന് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ടൈമിലാണ് സൂജുവാൻ അങ്ങോട്ടേക്ക് വരുന്നത്. സൂജുവാൻ ഈ വിവരം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലാപ്പൊക്കെ എടുത്ത് ഹീറോയിൻ മറച്ചൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ സൂജുവാൻ ആണെങ്കിൽ കണ്ടു എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ ചുറ്റിപ്പറ്റി അവിടെ തന്നെ നിൽക്കും. അതേ ടൈമിന് ഹീറോന്റെ അടുത്ത് ഹീറോന്റെ ഫ്രണ്ട്, എടാ നിന്റെ ബ്രദർ പെട്ടെന്ന് വീട്ടിലേക്ക് വന്ന് ഇപ്പതേ കമ്പനിയിലേക്ക് നുഴഞ്ഞു കയറി, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്തായാലും വെറുതെ ഇരിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ കമ്പനിയല്ലേ, അത് തിരിച്ചു പിടിക്കാനായിട്ട് എനിക്കറിയാം, അതിന്റെ ഹാർഡ് വർക്ക് ഒക്കെ ഞാൻ ചെയ്യുമെന്ന് പറയും. അപ്പൊ തന്നെ ഫ്രണ്ട്, എന്തായാലും എന്താ ഹീറോയിൻ സൂജുവാന്റെ പക്ഷത്തേക്ക് പോയില്ലേ, അപ്പോ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കൂ. ഇല്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഹീറോയിൻ ഇപ്പോഴും എന്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്, അവൾ എന്റെ വശത്ത് തന്നെയാണ്, എനിക്ക് നന്നായിട്ട് തന്നെ അറിയാന്ന് പറയും. എന്തായാലും കൊള്ളാം, ഇത് തന്നെ ഒരു സന്തോഷ വാർത്തയാണ്, എനിക്ക് എന്തായാലും ഹാപ്പി ആയിന്ന് ഫ്രണ്ടും പറയും. ഇത് മാത്രമല്ല ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്, ഞാനേ ഒരു അച്ഛനാവാൻ വേണ്ടി പോവാണെന്ന് ഹീറോ പെട്ടെന്ന് തന്നെ പറയും. ഇത് കേൾക്കുമ്പോ ഫ്രണ്ട് ഷോക്കാകും. ഇതൊക്കെ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, അല്ല നീ ഇത് എപ്പോഴാ അറിഞ്ഞെന്ന് ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോ നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഹീറോ രാവിലെ തന്നെ ഹീറോയിനെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ടാക്സി ഒക്കെ പിടിച്ച് അവിടെ നിന്ന് പോകുന്നത് നമ്മുടെ ഹീറോ കാണും. ഹീറോ അങ്ങനെ തന്നെ ഹീറോയിനെ ഫോളോ ചെയ്ത് പോകും. ഹീറോയിൻ ഹോസ്പിറ്റലിൽ നിന്ന് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോ ഹീറോ അകത്തേക്ക് കയറി ചെന്ന് ഇവളുടെ പേര് പറഞ്ഞിട്ട് ഇവൾ എന്ത് ട്രീറ്റ്മെന്റിനാ വന്നേന്ന് അവിടെയുള്ള നഴ്സിന്റെ അടുത്ത് ചോദിക്കും. നഴ്സും നടന്ന കാര്യങ്ങളൊക്കെ ഹീറോന്റെ അടുത്തായിട്ട് പറയും. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണോന്ന് അറിയാൻ വേണ്ടിട്ട് ടെസ്റ്റിനായിട്ട് വന്നതാണ്, പുള്ളിക്കാരി ഇപ്പൊ പ്രഗ്നന്റ് ആണ്, അതിന്റെ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ആ പോകുന്നതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോന് ഭയങ്കര ഹാപ്പി ആകും. അതുമല്ലാണ്ട് അവളുടെ വയറ്റിലുള്ള കുട്ടി എന്റെയാണെന്ന് എനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി എന്ന് ഫ്രണ്ടിന്റെ അടുത്ത് നമ്മുടെ ഹീറോയും പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഫ്രണ്ടിനും ഭയങ്കര ഹാപ്പി ആയിട്ട്, എന്തായാലും ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട, നീ പെട്ടെന്ന് തന്നെ അവളെ പ്രപ്പോസ് ചെയ്യാൻ നോക്ക്, അതാ വേണ്ടതെന്ന് ഇങ്ങനെ പറയും. പ്രപ്പോസ് ചെയ്യണം, അതിനാണ് ഞാൻ ഇങ്ങനെ ഐഡിയ ആലോചിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. മോർണിംഗ് തന്നെ നമ്മുടെ ഹീറോ ഓഫീസിലേക്ക് ചെന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട്, അതെ ഞാൻ ജിന്നിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞതാന്ന് ഇങ്ങനെ പറയും. അവരും ഒന്ന് ആലോചിച്ചിട്ട് ഓരോ ഐഡിയാസ് ആയിട്ട് നമ്മുടെ ഹീറോന് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. അതേ ടൈം നമ്മുടെ സൂജുവാനാണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ്. പുള്ളിക്കാരൻ ഓൾറെഡി നമ്മുടെ ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഹീറോയിന്റെ ലാപ്പ് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കും. അങ്ങനെ തന്നെ നേരെ അങ്കിളിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. ഒരിക്കലും നമ്മുടെ വഴിക്ക് വരില്ല അങ്കിൾ, എനിക്ക് അവളെ മാരേജ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവളാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച് ഹീറോന്റെ പുറകെ നടക്കാണ്, അവളുടെ മനസ്സിൽ ഹീറോ മാത്രമേ ഉള്ളൂ, അതിലേക്ക് എനിക്ക് നുഴഞ്ഞു കയറാനൊന്നും ഒരിക്കലും സാധിക്കില്ല. എന്നാലും എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരിക്കലും ഹീറോ യുന്നിനെ മാരേജ് ചെയ്യില്ല, അവരെ പിരിക്കാനായിട്ട് എന്റെ കയ്യിൽ ഐഡിയ ഉണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ നെക്സ്റ്റ് ഡേ തന്നെ യുന്നിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. യുന്ന് വന്നിരുന്ന ഉടനെ തന്നെ നിനക്കൊരിക്കലും ഹീറോനെ മാരേജ് ചെയ്യാൻ പറ്റില്ല എന്നായിരിക്കും പറയുന്നത്. ഇത് കേൾക്കുമ്പോ തന്നെ യുന്ന് ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് ശ്രമിക്കും. ആ ടൈമിന് നമ്മുടെ സൂജുവാനാണെങ്കിൽ എല്ലാ സത്യങ്ങളും യുന്നിന്റെ അടുത്ത് പറയും. നിനക്കൊരിക്കലും ഹീറോനെ മാരേജ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താണെന്ന് നിനക്കറിയാമോ, ജിന്നിപ്പോ പ്രഗ്നന്റ് ആണെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ യുന്നിന് ഭയങ്കര ഷോക്കാകും. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഒരുപാട് ഡ്രിങ്ക് ഒക്കെ കഴിക്കും. അവസാനം യുന്ന് ഞാൻ ഈ കാര്യം ഹീറോന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് പറയട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ സൂജുവാനും വേണ്ട അതെന്തായാലും നീ ചെയ്യണ്ട, ആ ഒരു മൂവേ മണ്ടത്തരമായിട്ട് മാറും, എന്തൊക്കെ വന്നാലും ജിന്നിന്റെ വയറ്റിലുള്ളത് അവരുടെ പേരക്കുട്ടിയല്ലേ, അതിനോടെങ്കിലും സ്നേഹമില്ലാണ്ടിരിക്കില്ലല്ലോ, അതുകൊണ്ട് ചിലപ്പോ ഹീറോനെ കൊണ്ട് ജിന്നിനെ മാരേജ് ചെയ്യിപ്പിക്കാനും ഇതൊരു കാരണമാകാം, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു തെറ്റ് ചെയ്യരുതെന്ന് ഇങ്ങനെ പറയും. അതേ ടൈമിൽ നമ്മുടെ ഹീറോ അവന്റെ കൈ കൊണ്ട് തന്നെ അവൾക്ക് പ്രപ്പോസ് ചെയ്യാനുള്ള റിംഗ് ഒക്കെ ഡിസൈൻ ചെയ്ത് അതൊക്കെ ശരിയാക്കിയൊക്കെ എടുക്കും. ഇത് കണ്ട് ഹീറോന് ഒരുപാട് സന്തോഷമൊക്കെ ആകും. അങ്ങനെ പ്രപ്പോസ് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് ചെന്ന് അവിടെ എല്ലാ സെറ്റപ്പ് ഒക്കെ ചെയ്തോണ്ടിരിക്കും. അതേ ടൈം നമ്മുടെ ജിന്ന് ഒരു മാളിലേക്ക് ചെന്നിട്ട് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും. ചെറിയ ചെറിയ ഡ്രസ്സുകളും സോക്സുകളും ഹെയർ ബാൻഡുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ വാങ്ങും. ആ ടൈമിനാണ് നമ്മുടെ ഹീറോ ജിന്നിന് കോള് ചെയ്യുന്നത്. ഹീറോയിനും കോൾ അറ്റൻഡ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ വിളിക്കരുത്, എന്റെ അടുത്ത്
അടുത്തേക്ക് വരരുതെന്ന്. എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. അതെ ഒന്നുമില്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. നീ അന്ന് കുടിച്ച് ബോധമില്ലാണ്ടിരുന്നപ്പോ എനിക്കൊരു പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. നീ എന്തായാലും പ്രോമിസ് ചെയ്ത് തന്നതല്ലേ, ഞാൻ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് നീ എത്രയും പെട്ടെന്ന് എത്തണമെന്നും പറഞ്ഞ് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യും. ഫ്രണ്ട് ആണെങ്കിലാ, എടാ നിനക്ക് അവള് പ്രോമിസ് ചെയ്ത് തന്നിട്ടുണ്ടാന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, അവള് എനിക്കൊരു പ്രോമിസും ചെയ്ത് തന്നിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാല് അവൾ എന്റെ അടുത്തേക്ക് വരുള്ളൂ, അതിനു വേണ്ടിട്ട് പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയും. കൊള്ളാലാടാ നീ, നിനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. ബുദ്ധി ഇല്ലാന്നൊന്നും ഇനി ആരും പറയില്ല. അല്ല, ഇങ്ങോട്ടേക്ക് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് നീ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടോന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലടാ, ആരെയും അറേഞ്ച് ചെയ്തിട്ടില്ല. എനിക്ക് വിശ്വാസമുണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ഞാൻ എന്തായാലും അവൾക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പോവാണെന്ന് നമ്മുടെ ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ട് പറയും. അതേ ടൈം നമ്മുടെ ഹീറോയിനും ഹീറോ പറഞ്ഞ സ്ഥലത്തേക്ക് വരാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇറങ്ങായിരിക്കും. ആ ടൈമിന് ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട്, ഹീറോ പറഞ്ഞു വിട്ടതാണ് എന്നെ നിങ്ങളെ സേഫ് ആയിട്ട് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്, നിങ്ങൾ എന്തായാലും എന്റെ കൂടെ വാന്ന് പറയും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജിന്നും ആ വന്ന ആളുടെ കൂടെ കാറിലേക്ക് കയറിയിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നാളത്തെ കൊണ്ട് ഞാൻ എന്തായാലും ഇതിന്റെ ഫൈനൽ പാർട്ട് വരെ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇത്രയും നാൾ വെയിറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.